ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവന്തിക അസോസിയേറ്റ് മാനേജിംഗ് ഡയറക്ടർ അവന്തിക മേഡത്തിനെ ഈ മുറ്റത്തൂടെ നാട്ടുകാരുടെ കൺമുമ്പിലൂടെ ഈ വിലങ്ങണിയിച്ചു കൊണ്ടുപോകും. സാർ ഏതാണ്ടൊക്കെ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് ഈ പടി കയറിയത് അല്ലേ? വ്യക്തമായ തെളിവുകൾ കയ്യിലില്ലാതെ പോലീസ് ഒരു പ്രതിയുടെ മുമ്പിലും ഇതുപോലെ ചെന്ന് നിൽക്കാറില്ല. പ്രത്യേകിച്ചും നിങ്ങളെപ്പോലൊരാളുടെ മുന്നിൽ. നിങ്ങളുടെ അമ്മാവൻ അനിരുദ്ധന്റെ മരണത്തിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചെന്ന് എനിക്കിപ്പോ വ്യക്തമായ ധാരണയുണ്ട്. കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസുകാർക്ക് നല്ല മിടുക്കാണെന്ന് എനിക്കറിയാം. പല കേസുകളിലും നമ്മളത് കാണുന്നതാണല്ലോ. കേരള പോലീസിനെ നിങ്ങൾ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മേഡം, പോലീസിന് ഇപ്പൊ നിങ്ങളുടെ അമ്മാവന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല, തക്കലയുള്ള മുരുകന്റെയും കനിമൊഴിയുടെയും മരണത്തെക്കുറിച്ച് വരെ നല്ല വ്യക്തമായിട്ടറിയാം. മുരുകനെയും കനിമൊഴിയെയും അറിയോ? അങ്ങനെ രണ്ടുപേരെ എന്നെ കള്ളക്കേസിൽ കൊടുക്കാന്നാണോ സാറിന്റെ വിചാരം? എങ്കിലും നടക്കാൻ പോകുന്നില്ല. ഈ രണ്ട് കേസിലും നിങ്ങൾക്കുള്ള പങ്കെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അല്ലാതെ വെറുതെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മേഡത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്തിക മേഡം, നിങ്ങളുടെ എല്ലാ കളികളും ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയം മുഴുവനും ഇപ്പൊ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാം. ഇല്ല സർ, ഇതിനേക്കാളും വലിയ പേമാരിയും കൊടുങ്കാറ്റും വന്നിട്ടും ഞാൻ ഭയന്നിട്ടില്ല. പിന്നെയാണോ ഈ ഒരു ചെറുകാറ്റ്? ഉള്ളു പൊള്ളയാണെങ്കിൽ ഒരു ചെറുകാറ്റ് പോലും വേണ്ട മേഡം. വെറുതെ ഒന്ന് തള്ളിയാ മതി, വീണുപോകും. ഇതില് നിങ്ങളെ ഞാൻ പൂട്ടും. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ. നിങ്ങളെക്കാ വലിയ ഒരുപാട് പേര് അവന്തികയെ പൂട്ടാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എനിക്കെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ അവർക്കാർക്ക് സാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. പക്ഷേ ഇവിടെ നിങ്ങളെ അത് രക്ഷിക്കില്ല. എന്റെ കയ്യിലെ വ്യക്തമായ തെളിവുകളുണ്ട്, ശക്തനായ ദൃക്സാക്ഷിയും. ആരാണ് സാറിന്റെ ആ ദൃക്സാക്ഷി? എന്താ മറുപടി പറയാൻ പറ്റുന്നില്ലേ? ആ, അതിന് അങ്ങനൊരു ദൃക്സാക്ഷി വേണ്ടേ? ദൈവമൂർത്തി ഈ രണ്ട് കേസുകളിലും മേഡത്തിന്റെ കൂട്ടുപ്രതി. അവന്തിക മേഡത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇവനേക്കാൾ വലിയൊരു ദൃക്സാക്ഷി ഇനി വേണോ മേഡം? എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരവൻ തന്നിട്ടുണ്ട്.
ഇപ്പൊ അവന്തിക മേഡത്തിന്റെ ഉള്ളിലും കണ്ണിലും മാത്രമല്ല, പെരുവിരൽ മുതൽ ശിരസ് വരെ ഭയം കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദം ദാ എന്റെ ഈ ചെവിയിൽ കേൾക്കാം. നിങ്ങളിപ്പോ എന്റെ കസ്റ്റഡിയിലാണ് മേഡം. അവന്തിക അസോസിയേറ്റ് മാനേജിംഗ് ഡയറക്ടർ അവന്തിക മേഡത്തിനെ ഈ മുറ്റത്തൂടെ നാട്ടുകാരുടെ കൺമുമ്പിലൂടെ ഈ വിലങ്ങണിയിച്ചു കൊണ്ടുപോകും. ദേ അച്ഛൻ വിളിക്കുന്നു. ഹലോ അച്ഛാ. ഹലോ. മോളെ, നിങ്ങൾ എന്തെടുക്ക? ഹലോ അച്ഛാ. ഹലോ മോളെ. അച്ഛാ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ. ഞങ്ങൾ പിന്നെ വിളിക്കാം. മോളെ. എല്ലാരും കൂടി ആഘോഷം തുടങ്ങിയെന്ന് തോന്നുന്നു. മോളെ, അമ്മ വിളിക്കുന്നു. ഹലോ അമ്മേ. മോളെ, നിങ്ങൾ എവിടെ എത്തി? ഹലോ, എന്താ അമ്മേ? കേക്കുന്നില്ല. മോളെ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, ഒന്നും കേക്കുന്നില്ല. എന്താ മോളെ? ഹലോ, ഒന്നും കേക്കുന്നില്ല അമ്മേ. ഹലോ മോളെ, മോള് പറയുന്നൊന്നും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ മോളെ, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഉടനെ വിളിക്കണം കേട്ടോ. ഇതെന്തൊരു ബഹളാ കാറില്.